നമസ്കാരം. തൊടുപുഴയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തി മാൻഹോളിൽ തള്ളിയ അതിക്രൂരമായ കൊലപാതക കേസിലെ ഒന്നാം പ്രതി ജോമോൻ ജോസഫിന്റെ ഭാര്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിർണായക തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിലാണ് ജോമോൻ ജോസഫിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യുന്നത്. കലയന്താനി തേക്കുംകാട്ടിൽ സീനയാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സീന ഹാജരായിരുന്നില്ല. മുട്ടം നീലൂരുള്ള അകന്ന ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിലായിരുന്നു. ഇവർക്കെതിരെ മുന്നൊരുക്കത്തിനുള്ള സഹായം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുമെന്ന് സീനയ്ക്ക് അറിയാമായിരുന്നു. തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തു നിന്നും പോലീസിന് ഒരു പെപ്പർ സ്പ്രേ ലഭിച്ചിരുന്നു. ഇത് ജോമോൻ ആവശ്യപ്പെട്ട പ്രകാരം സീനയാണ് മറ്റൊരാളിൽ നിന്നും വാങ്ങി നൽകിയത്. ബിജുവിനെ ജോമോന്റെ വീട്ടിലെത്തിച്ചപ്പോൾ മുറിയിൽ വീണ രക്തക്കറ കഴുകിക്കളഞ്ഞതും സീനയാണ്. ബിജുവിന്റെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ച ഷൂലേസ്, തോർത്ത്, രക്തക്കറ കഴുകാൻ ഉപയോഗിച്ച മോപ്പ് എന്നിവ വീടിന് സമീപത്തെ പട്ടിക്കൂടിനടുത്ത് കുഴിച്ചിട്ടു. സീനയെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് ഇവയെല്ലാം കണ്ടെടുത്തു. കേസിൽ 5ാം പ്രതിയാണ് സീന. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകലും കൊലപാതക വിവരവും അറിയാമായിരുന്ന ജോമോന്റെ അടുത്ത ബന്ധുവായ എബിനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പ്രതികളുടെ എണ്ണം 6 ആയി. കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ച ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമൻ കുര്യൻ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. മരണമുറപ്പിക്കാൻ ബിജുവിന്റെ മൃതദേഹവുമായി പ്രതികൾ ജോമോന്റെ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്ന് നൽകിയത് ഭാര്യ സീനയാണ്. വീട്ടിലെ തറയിലും ചുവരിലും വീണ രക്തം തുടച്ചു വൃത്തിയാക്കിയെന്നും തുടയ്ക്കാൻ ഉപയോഗിച്ച തുണി പിന്നീട് കത്തിച്ചെന്നും സീന പോലീസിനോട് സമ്മതിച്ചു. കൊലപാതക ശേഷം ജോമോൻ ആദ്യം വിവരം പറഞ്ഞത് എബിനോടായിരുന്നു. കലയന്താനിയിലെ ഗോഡൌണിൽ ബിജുവിന്റെ മൃതദേഹം മറവ് ചെയ്ത ശേഷം ദൃശ്യം 4 നടത്തിയെന്നാണ് ജോമോൻ ഫോൺ വിളിച്ച് എബിനോട് പറഞ്ഞത്. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എബിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും മറച്ചുവെച്ചതിനാണ് ഇയാളെയും പ്രതി ചേർത്തത്. ഇയാൾ 6ാം പ്രതിയാണ്. ജോമോന്റെ ഫോണിൽ നിന്നാണ് എബിനുമായുള്ള സംഭാഷണം കിട്ടിയത്. ജോമോൻ, ആഷിഖ് ജോൺസൺ, മുഹമ്മദ് അസ്ലം, ജോമൻ കുര്യൻ എന്നിവർ ചേർന്നാണ് മാർച്ച് 20-ന് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് 5 ദിവസത്തെ ആസൂത്രണത്തിനൊടുവിലാണെന്നും പോലീസ് കണ്ടെത്തി. എറണാകുളത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയ പ്രതികൾ കൃത്യത്തിന് തൊട്ടു മുൻപ് പ്രത്യേക പൂജയും നടത്തി. ദൃശ്യം 4 നടപ്പാക്കിയെന്ന് പറഞ്ഞ 1ാം പ്രതി ജോമോന്റെ ശബ്ദ പരിശോധനയും പോലീസ് നടത്തി. 15-ാം തീയതി വൈപ്പിനിലെ ബാറിലും നെട്ടൂരിലെ ലോഡ്ജിലും വെച്ച് പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും പറവൂരിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തിയെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിന്നാലെ തൊടുപുഴയിലെത്തിയ സംഘം ബിജുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. 19-ന് നടത്തിയ ആദ്യ ശ്രമം പാളിയെങ്കിലും 20-ന് കൃത്യം നടപ്പിലാക്കി. ഒമ്നി വാനിലും ജോമോന്റെ വീട്ടിൽ വെച്ചും ബിജുവിനേറ്റ മർദ്ദനമാണ് മരണകാരണം. ദൃശ്യം 4 നടപ്പാക്കിയെന്ന് പലരോടും പറഞ്ഞ ജോമോന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിൽ നിന്നും ബിജുവിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. പിന്നാലെ പ്രതികളിലേക്ക് പോലീസ് എത്തി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ കേസന്വേഷണം. എന്തായാലും സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതി ജോമോന്റെ ഭാര്യ സീന അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി സീന കീഴടങ്ങുകയായിരുന്നു. കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യൽ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഇവർ ഹാജരായിരുന്നില്ല. അകന്ന ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിലായിരുന്നു. ഇവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവയ്ക്കൽ, കൊലപാതകം നടത്തുന്നതിന് മുൻപുള്ള സഹായം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്.